കണ്ടോ, നമ്മുടെ ഈ ഒരു ഫാമിൻ്റെ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന രീതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമാകും. ഈ രീതിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ആദ്യം അവസാനം കാണുക. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ബിയാസനിയാണ്. സനീസ് മീഡിയയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് വീട്ടിൽ ചെറിയ പോണ്ടുകളിൽ മത്സ്യകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം, പടുതാക്കുളം ഉണ്ടാക്കി മത്സ്യകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. അപ്പം തീർച്ചയായിട്ടും മത്സ്യകൃഷി ചെയ്യുമ്പം നമ്മളുടെ പോണ്ട് എങ്ങനെയാണ് ഒരുക്കേണ്ടത്, അതുപോലെ പടുതാക്കുളമാണെങ്കിൽ അത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ആ രീതി പോലെ ഇരിക്കും ഒരു മത്സ്യകൃഷി വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് KNB ഫിഷ് ഫാമിലാണ്. KNB ഫിഷ് ഫാമിൽ അവർ ചെയ്തിരിക്കുന്ന രീതി വ്യത്യസ്തപ്പെട്ട ഒരു രീതിയിലാണ് അവർ മീൻ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പലതരം മീനുകൾ വളർത്തുന്നുണ്ട്. അപ്പം അവരുടെ മീൻ വളർത്തുന്ന രീതി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമാകാം. എങ്ങനെയാണ് ഒരു പോണ്ട് ഒരുക്കുന്നത്, അതുപോലെ തന്നെ ആ പോണ്ടിൽ അതിൻ്റെ എയറേഷൻ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പോണ്ടിലേക്ക് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന രീതി എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ ആദ്യം അവസാനം കാണുക. നമ്മൾ നേരെ പോകുന്നത് ഇന്നത്തെ വീഡിയോ കാഴ്ചകളിലേക്ക്. നിങ്ങൾ ഇപ്പം കാണുന്നത് ഒരു നാച്ചുറൽ പോണ്ടാണ്. ഏകദേശം ഇത് വലിയ ഒരു നാച്ചുറൽ പോണ്ടല്ല, ചെറിയ നാച്ചുറൽ പോണ്ടാണ്. അപ്പോൾ ഈ നാച്ചുറൽ പോണ്ടിൽ പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്ന രീതി എന്ന് പറയുന്നത്, ഇത് മീൻ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുന്ന, അതായത് പിന്നെ MM ഹാച്ചറിയുടെ ചിത്തല്ലാട റെഡ് തിലോപ്പിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഈ പോണ്ടിൽ പുറത്തുള്ളത് റെഡ് തിലോപ്പികളാണ്, MM ഹാച്ചറിയുടെ റെഡ് തിലോപ്പികൾ. ഈ ഓരോ ഹാപ്പുകളിലും ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യക്കുഞ്ഞുങ്ങളാണ്. പ്രധാനമായിട്ടും നമ്മളൊരു പോണ്ട് ചെയ്യുമ്പം, നാച്ചുറൽ പോണ്ടാണെങ്കിലും പടുതാക്കുളമാണെങ്കിലും അതിൻ്റെ ചുറ്റും വലകൾ വെച്ചിട്ട് അതിനെ സംരക്ഷിക്കുക. പുറത്തുനിന്ന് നമ്മൾ എന്താ പറയണ്ടേ, ഈ മറ്റുള്ള ജീവികൾ, തവളകൾ, ആമകൾ, അതുപോലുള്ള ജീവികളൊക്കെ ഈ ഒരു പോണ്ടിലേക്ക് വരികയാണെങ്കിൽ അത് നമ്മുടെ മീനുകൾക്ക് പ്രശ്നമാകും, മീനുകളെ കഴിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഇവിടെ വേലി കെട്ടി ഒന്നും ഇതിനകത്തോട്ട് കയറാത്ത രീതിയിൽ സംരക്ഷിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ എയറേറ്റർ കൊടുത്തിരിക്കുന്നത്. അതായത് അവിടെ എൻ്റെ അപ്പുറത്തായിട്ട് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീലിയയുടെ എയറേറ്ററാണ്. ഈ ഒരു എയറേറ്റർ ഈ ഒരു പൈപ്പ് ഉപയോഗിച്ചിട്ട് നല്ല നീളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ ഹാപ്പയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ പോണ്ടിലേക്കും നല്ല രീതിയിൽ എയറേഷൻ അവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പിന്നെ പഴുതാക്കുളമൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അമോണിയ ലെവലും pH ഒക്കെ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ഓടി കളിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ മാക്സിമം ഗ്രോത്തിലേക്ക് വന്നിട്ടുള്ള പിന്നെ നമ്മുടെ റെഡ് തിലോപ്പികളാണ്. അതുപോലെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ പ്രധാനമായിട്ടും എല്ലാവരും മീനുകൾക്ക് കൊടുക്കുന്ന ഒരു തീറ്റയാണ് അസോള പായൽ. അതായത് ഈ അസോളയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പൊതുവെ പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ സായിപ്പന്മാർ, വിദേശികൾ ഇവിടുത്തെ എന്താ പറഞ്ഞ തോടുകളിലും കുളങ്ങളിലുമൊക്കെ പണ്ട് ഇവിടെ സന്ദർശിക്കാൻ വന്നപ്പം അലങ്കാരത്തിന് വേണ്ടി ഇട്ടിട്ട് പോയതാണ് ഈ ഒരു അസോള പോയൽ എന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്താ പറയണ്ടേ, അതങ്ങും ഭയങ്കരമായിട്ട് പെരുകി നമുക്ക് ഒരു സംഭവം എന്ന് പറയുമ്പം ഗുണവും ദോഷവും ഉണ്ടാക്കാം. നമ്മുടെ കായലുകളിലൊക്കെ എന്ന് പറയുമ്പം ഈ വിഷപ്പോള എന്നൊക്കെ പറയുന്ന ഒരു തരം പായലുകളുണ്ട്. അതും അലങ്കാരത്തിന് കൊണ്ടിട്ടാണ് അത് തോടുകളിലൊക്കെ പെരുകി അത് പിന്നെ എടുത്ത് തൊഴിലുറപ്പുകാരൊക്കെ എടുത്തു കളയേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ഈ അസോള. ഇപ്പോൾ അസോള ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഫാമിൻ്റെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മീൻ കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കുക, അതുപോലെ തന്നെ മീൻ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുക. ഇപ്പം സീഡിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പുറത്തുനിന്ന് സീഡ് വരുന്നില്ല. പുറത്തുനിന്ന് സീഡ് വരാത്തൊരു പ്രശ്നം ഉണ്ടായിട്ട് പോലും ഈ ഫാമിന് വലിയ വിഷയം ഉണ്ടായിട്ടില്ല. കാരണം KNB ഫിഷ് ഫാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒറിജിനൽ സീഡാണ്. അവർ തീർച്ചയായിട്ടും പുലിമുഖം ഹാച്ചേഴ്സിൻ്റെ സബ് ഡീലർമാരാണ്. അപ്പോൾ അവിടുത്തെ സീഡുകളാണ് അവരെടുത്ത് ചെയ്യാറുള്ളത്. അപ്പം ഈ ഒരു പോണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, വളരെ നീറ്റായിട്ടാണ് ഈ ഒരു പോണ്ട് അവർ ചെയ്തിരിക്കുന്നത്. തൊട്ട് പുറയിലായിട്ട് കാണുന്ന ആ ഒരു പൈപ്പ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിട്ട്, ഞാൻ വേറെ ഒരു ഫാമിൽ പോയപ്പോഴും ഇതുപോലെ കണ്ടിട്ടില്ല. ഇത് എയറേറ്റർ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിലാണ്. അപ്പം ഇവരുടെ മറ്റൊരു കാര്യം കൂടെ പറയാം. ഇവരെന്ന് പറയുമ്പം നിങ്ങൾക്ക് മത്സ്യകൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ചെറിയ സ്ഥലം അനുസരിച്ചിട്ട് ഒരു ടീമായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പുകളും സഹായങ്ങളും ഒക്കെ ഇവർ ചെയ്തു തരും. ഒരു കുളം ഒരുക്കി അതിനകത്ത് ചെളിയും കാര്യങ്ങളും ഒക്കെ നീക്കം ചെയ്തിട്ട് വെള്ളം കയറ്റുകയും ഇറക്കുകയും എല്ലാം ചെയ്തിട്ട് അത് പക്കയായിട്ട് ചെയ്തു തരുന്ന ഒരു ടീം കൂടിയാണ്. ഒരുപാട് പേർക്ക് സഹായമായിട്ടുള്ള മത്സ്യ കർഷകർ കൂടിയാണ്. നമ്മുടെ ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ഇത് എന്താ പറയണ്ടേ, ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴ എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഉപ്പുവെള്ളവും ശുദ്ധവെള്ളവും കൂടെ ഒരുപോലെ ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം വെള്ളത്തിൻ്റെ മാറ്റം വരുന്നതനുസരിച്ചിട്ട് പായലുകൾ ചീഞ്ഞിട്ട് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവരെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പോണ്ട് നാച്ചുറൽ പോണ്ടാണ്. ഇവിടത്തേക്ക് ഇവർ ചെയ്തിരിക്കുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഈ പോണ്ടും തൊട്ടിപ്പുറത്തായിട്ടുള്ള പോണ്ടും തമ്മിൽ കണക്ഷൻസ് ഉണ്ട്. അത് അവരൊരു പൈപ്പ് ഉപയോഗിച്ചിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ പൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം എന്ന് പറയുന്നത്,
ഈ പൈപ്പ് നമ്മൾ എപ്പോഴും വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന, വെള്ളത്തിൻ്റെ മാറ്റം നോക്കിയിട്ട് വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്ന ഒരു പൈപ്പാണ്. അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ചിലർ ഈ പൈപ്പിനകത്ത് സുഷിരങ്ങൾ ഇട്ടിട്ട് അത് റൗണ്ട് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യുന്ന രീതിയുണ്ട്. പിന്നെ വലകൾ കെട്ടി ബ്ലോക്ക് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ താല്പര്യപ്പെടുന്നത് അത് മട ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പം ഇവിടെ വെള്ളത്തിന് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവിടെ എന്ന് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ഉപ്പുവെള്ളത്തിൻ്റെയും പ്രശ്നങ്ങൾ വരുമ്പോൾ പായലുകൾ ചീഞ്ഞിട്ടുള്ള പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അപ്പം അത് നോക്കിയിട്ട് വേണം വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യാം. മത്സ്യകൃഷി ചെയ്യുമ്പം അത് നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ അത് മുന്നോട്ട് പോകത്തുള്ളൂ. കാരണം നമ്മുടെ പോണ്ട് ഒരുക്കുന്നതിലാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരിക്കുന്നത്. ആ പോണ്ട് നമ്മൾ എത്രത്തോളം മനോഹരമായിട്ട് ചെയ്യുന്നുണ്ടോ പിന്നെ നമ്മുടെ മത്സ്യകൃഷി വിജയകരമായിരിക്കും. അപ്പോൾ ചെറിയ രീതിയിൽ മത്സ്യകൃഷി ചെയ്യുന്നവർക്കും പടുതാക്കുളം ഒരുക്കി മത്സ്യകൃഷി ചെയ്യുന്നതും ഒക്കെ ഈ ഒരു രീതി തന്നെയാണ്. പടുതാക്കുളത്തിൽ നമുക്ക് ഈ ഒരു രീതിയിൽ വെള്ളം കയറ്റുകയും ഇറക്കുകയും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറയുമ്പം നമ്മൾ വെള്ളത്തിൻ്റെ മാറ്റം നോക്കിയിട്ട് നമുക്ക് മോട്ടർ ഉപയോഗിച്ചിട്ട് വെള്ളം കയറ്റുകയും അതേസമയം നമുക്ക് വെള്ളം ഇറക്കുകയും ചെയ്യാം. കണ്ടോ, ഈ ഒരു ഹാപ്പിൽ കിടക്കുന്നതെന്ന് പറയുമ്പം അസോളയാണ്. ഈ 2 ഹാപ്പുകളിലും അസോളയാണ് കിടക്കുന്നത്. ഈ ഒരു ഫാമിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇവിടെ എന്ന് പറയുമ്പോൾ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സെക്ഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഹാപ്പയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് നമ്മുടെ ഇവിടെയൊക്കെ നമ്മുടെ തിലോപ്പികളെ നിക്ഷേപിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിപ്പം നമ്മൾ കാണുന്നത് കാർഗിലിൻ്റെ തീറ്റയാണ് കേട്ടോ. ഗ്രോവലിൻ്റെ തീറ്റയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്തിയിട്ട് കാർഗിലിൻ്റെ തീറ്റയാണ് നമ്മളെ പോണ്ടുകളിൽ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമ്മൾ തീറ്റി ഇടാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ തിലോപ്പികൾ നല്ല ആവേശത്തോടു കൂടി വന്ന് തീറ്റ എടുക്കുന്നതിൻ്റെ കാഴ്ചകൾ കാണാം. കണ്ടോ, നന്നായിട്ട് തീറ്റി എടുക്കുന്നുണ്ട്. വെള്ളത്തിന് പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ടാകും. ഇതിൻ്റെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മത്സ്യകൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതും. കണ്ടോ, നമ്മുടെ ഹീലിയ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഹീലിയ കണ്ടിന്യൂസ് വർക്ക് ചെയ്തോളും കേട്ടോ, ഒരു കുഴപ്പമില്ല. മാക്സിമം നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് എയറേറ്റർ വർക്ക് ചെയ്യിപ്പിച്ച് കണക്ഷൻ ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. നമ്മുടെ പല ഹാപ്പുകളിലേക്കും പോണ്ടിലേക്കും ഒക്കെ കൊടുക്കാൻ പറ്റും. ഇനിയും ഇതിനകത്തുനിന്ന് കണക്ഷൻസ് എടുക്കാം. അതാണ് എനിക്ക് ഈ രീതി ഒരു വ്യത്യസ്തമായിട്ട് തോന്നിയത്. തീർച്ചയായിട്ടും മത്സ്യകർഷകരല്ലേ ഈ വീഡിയോ കാണുന്നത്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരമാകുന്ന ഒരു രീതി തന്നെയാണ്. ഇവിടെ നാട്ടിലെന്ന് പറയുമ്പം ഈ അസോള പായലെന്ന് പറയുമ്പം വളർത്തേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് ഈ അസോള പായലുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ കായലിനോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. തീർച്ചയായിട്ടും ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അസോള കിട്ടുന്നതാണ് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ കാണാം, ഇതെല്ലാം അസോള പായലുകളാണ്. പണ്ട് എന്താ പറയുക, സായിപ്പന്മാർ അലങ്കാരത്തിന് കൊണ്ടിട്ട ഒരു പായലാണ് അസോള പായൽ. നമ്മളിപ്പം കണ്ടത് ഒരു പോണ്ടാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് മറ്റൊരു പോണ്ട് കൂടി ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇപ്പോഴെന്ന് പറയുമ്പം റെഡ് തിലോപ്പിയ ഉണ്ട്, നൈലുണ്ട്, ഗിഫ്റ്റ് ഉണ്ട്, അങ്ങനെ പലതരം തിലോപ്പിയകളുടെ ഒരു സെക്ഷനാണ്. ഇതിനകത്ത് നമ്മൾ ഹാപ്പോലിയും കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. കാരണം ഇത് വളർത്തുന്ന സെക്ഷനാണ് കേട്ടോ. തൊട്ടിപ്പുറത്തായിട്ടാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്ന സെക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒറിജിനൽ മത്സ്യക്കുഞ്ഞുങ്ങളാണ് ഇവിടുന്ന് കൊടുക്കുന്നത്. അത് നിങ്ങൾ ആരോട് അന്വേഷിച്ചാലും ഞാൻ എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്താണ് പറയുന്നത്. കാരണം ഞാൻ നേരിട്ട് വന്ന് കണ്ടിട്ടുള്ള ഒരു വിശ്വാസമാണ്. ഈ ഒരു ഫാമിൻ്റെ പേരെന്ന് പറയുമ്പം KNB ഫിഷ് ഫാം എന്നാണ്. ഇതിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു അധ്യായത്തിൽ നല്ലൊരു വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.